ഹലോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ വേൾഡ് കപ്പ് എടുക്കുമെന്ന് പറഞ്ഞു നമ്മൾ വേൾഡ് കപ്പ് എടുത്തിരിക്കുന്നു. ഇതിൽ പരം ഒരു സന്തോഷം വേറെ ഉണ്ടോ? അടുപ്പിച്ച് 2 വേൾഡ് കപ്പ് 2024ലെയും 2026ലെയും ഈ വേൾഡ് കപ്പ്. പക്ഷേ ഈ വേൾഡ് കപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മലയാളിയുടെ പേരിൽ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഇത് എന്നും സഞ്ജു വി സാംസന്റെ പേരിൽ. സഞ്ജു വി സാംസൺ എന്ന് പറഞ്ഞാൽ ഇനി മുതൽ അറിയപ്പെടുന്നത് സഞ്ജു വിക്ടറി സാംസൺ. അതെ, അദ്ദേഹം നേടിത്തന്നിരിക്കുകയാണ് ഇന്ത്യക്ക് ഈ വേൾഡ് കപ്പ്. അങ്ങനെ ഒരു മലയാളിയുടെ പേരും ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ എഴുതുകയാണ്. സഞ്ജു വി സാംസന് വേണ്ടി നടന്ന ഒരു വേൾഡ് കപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം സഞ്ജുവിനെ പോലെ ഒരു പ്ലെയറിൻ്റെ കരിയറിന് അറിയുന്ന, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഫാൻസിന് വ്യക്തമായി അറിയാം. എത്ര താഴ്ചയുണ്ടായാലും അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്ന ഈ ഒരു മഹാസംഭവം. അതെ, അതാണ് ഈ 2026 വേൾഡ് കപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളൊക്കെ പല കഥകളിലും കേട്ടിട്ടുണ്ട്. വളരെ താഴ്ന്നു കഴിഞ്ഞിട്ട് പലരും കുതിച്ചു ചാടിയിട്ടുണ്ട്, അവർ ഉയർന്നു പോയിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ ഇനി മലയാളികളുടെ മുന്നിൽ ഏതൊരു മലയാളിയും എടുത്താൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണം, നമ്മളെല്ലാവരും കണ്ട ആ ഒരു ഉദാഹരണം സഞ്ജു വി സാംസണിലൂടെ ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ സഞ്ജു മനോഹരമായി 20 കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തെ വൺ ഡേ ടീമിലേക്ക് മാറ്റുന്നു വേൾഡ് കപ്പിൻ്റെ ടൈമായപ്പോൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്കോ അപ്പോൾ നമ്മൾ വിചാരിച്ചു അദ്ദേഹം 50 വേൾഡ് കപ്പ് കളിക്കുമല്ലോ, ഒരു മലയാളി വേൾഡ് കപ്പ് കളിക്കുന്നതിൽ അങ്ങനെ സഞ്ജു എത്തുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഇരുന്നപ്പോഴത്തേക്ക് 50 ഓവർ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു സഞ്ജു ബെസ്റ്റ് 2020 പ്ലെയർ ആണെന്ന്. വീണ്ടും മാറ്റി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഗൗതം ഗംഭീറും സൂര്യയൊക്കെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ചാൻസ് കിട്ടി. നല്ല പെർഫോമൻസ്, സെഞ്ചുറി, ബാക്ക് ടു ബാക്ക് സെഞ്ചുറീസ്, കാര്യങ്ങൾ. ആ കരിയർ ഇനിയിപ്പോൾ ടോപ്പിൽ പോകുമല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കുന്നു. ആ മതിയായ ആഗ്രഹം, വേൾഡ് കപ്പ് കഴിഞ്ഞാൽ പുതിയ ക്യാപ്റ്റൻ ആവുന്ന ശുഭ്മാൻ എന്ന് നേരത്തെ തന്നെ BCCI അങ്ങ് തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തെ ഓപ്പണിംഗ് സ്ലോട്ടിലോട്ട് കൊണ്ടുവരുവാണ്. അവിടെ എന്താ പറയുക, സഞ്ജുവിനെ മിഡിലിൽ കൊണ്ടിടുന്നു. അദ്ദേഹത്തെ ഒരാളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൊണ്ടുപോയി പൊസിഷൻ മാറ്റിയിട്ട് കളിക്കുന്നു. എന്നിട്ടോ ജിതേഷ് ശർമ്മയെ ഇന്ത്യൻ ടീമിൽ കൊണ്ടുകിടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വേൾഡ് കപ്പ് സ്കോഡ് അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ സന്തോഷിച്ചു. ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ഇപ്രാവശ്യം സഞ്ജു തന്നെയാണല്ലോ എന്നുള്ളത്. കാര്യം സെക്കൻഡ് കീപ്പറായിട്ടാണ് ഇഷാന. എന്തോ ഒരു മാജിക് ഒന്നുമല്ല നടന്നത്. മെയിൻ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറിന് വലിയ ആഗ്രഹമില്ലായിരുന്നെങ്കിലും RP സിംഗിൻ്റെ കൂട്ടരുടെ ശക്തമായ ഇടപെടലിൽ തന്നെയാണ് സഞ്ജു വന്നത്. എന്നിട്ടോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കഷ്ടകാലം പിടിച്ച ടൈം എന്ന് പറയുന്നതാണ്. പക്ഷെ അതൊരിക്കലും ഒരു കഷ്ടകാലം ടൈമല്ല. നമ്മൾ ആ സമയത്ത് നമ്മളത് നോക്കി കഷ്ടകാലം പിടിച്ചു. ആ ഒരു 5 മാച്ചിൽ സഞ്ജു ഔട്ട് ഓഫ് ഫോം ആകുന്നു, സഞ്ജുവിന് കളിക്കാൻ പറ്റുന്നില്ല. സഞ്ജു തന്നെ ഇന്ന് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞ കാര്യമാണ്. അത് സഞ്ജു തന്നെ മാനസികമായി തകർന്നു പോയി. കാര്യം സഞ്ജുവിൻ്റെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് സഞ്ജുവിന് മുന്നേറാൻ പറ്റുന്നില്ല. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ പ്ലാൻ വേറൊന്നായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂർണമെൻറ്റിൽ